ഈ വീട്ടിലേക്കും മിഥുനിൻ്റെ വിയോഗത്തിലേക്കും ശ്രദ്ധിച്ച ഒരു വളരെ വിഷമമുണ്ടാക്കിയ സംഭവമായിരുന്നു ആ വിയോഗം. കേരളത്തിൽ 2-3 ദിവസം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. നമ്മുടെ സ്കൂളുകളിൽ ഓരോ വീട്ടിൽ നിന്നും സ്കൂളിൽ പോകുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ഓരോ വീട്ടിൽ നിന്നും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീടിനും ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നൊരു വിഷമം പോലെ തോന്നിയ സംഭവമാണ് ആ സംഭവം. അത് ഒരു ദാരുണമായ സംഭവമുണ്ടായി. മിഥുൻ എന്ന കുട്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു. പിന്നെ അതിന് ഇനി ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മളന്ന് വരുമ്പോൾ ചെറിയ ഒരു വീടെന്ന് പറയാവുന്നതല്ലാത്ത ഒരു ചെറിയ വീടായിരുന്നു. ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. ഒരു വീട് ഞാൻ വലുതാവുമ്പോൾ ഇങ്ങനെ വീട് വെക്കും എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. മിഥുനും അനിയനും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും കുട്ടികളായിരിക്കുമ്പോൾ അന്ന് തന്നെ പൊതുവായ കാര്യങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ പോകും. ബാലസംഘം പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കും. പൊതുവായ കാര്യങ്ങൾക്ക് പോകും. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിൻ്റെ മുന്നിൽ അതിൻ്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്നൊരു ചിത്രമാണ് മിഥുൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നൊരു സംഭവം ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്റ്റ് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിലും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പോലും ഞാൻ ഓർക്കുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ആ ബോഡി വരുന്നതിൻ്റെ അന്ന് തന്നെ കരിങ്കൊടിയൊക്കെ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഞാനത് ഓർമ്മിക്കേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇത്തരൊരു സംഭവത്തെ അങ്ങനെ കണ്ട സംഭവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതൊരു അത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഒരു ദുരന്തമാണിത്. അങ്ങനൊരു സംഭവത്തെ മുഴുവൻ ആളുകളും നാട്ടിലെ എല്ലാവരും കണ്ടത് ആ കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അമ്മ പുറത്തായിരുന്നു, ജോലി ചെയ്യാൻ പോയതാണ്, വീടിൻ്റെ താങ്ങായിട്ട് ജോലിക്ക് പോയതാണ്. അമ്മ അവിടുന്ന് എത്തി. എല്ലാവരും ഈ ദിവസങ്ങളുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ ഈ കാര്യത്തിന് അവരുടെ ആദ്യത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചത് ഈ കുടുംബത്തിന് വീടും മറ്റ് സൗകര്യങ്ങളുമാണ്. അതിനുശേഷം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ MLA മുൻകൈ എടുത്തു. ഇക്കാര്യത്തിലെല്ലാം MLA എടുത്ത ശ്രീ കോവൂർ കുഞ്ഞുമാൻ എടുത്ത വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ ഇവിടെ ഈ കാര്യത്തിൽ നേരിട്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വലിയ പങ്കാണ് നമ്മുടെ MLA വഹിച്ചത്. അപ്പോൾ MLA ഉണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ, ഇവിടെ ശ്രീ സോമപ്രസാദ് PK ഗോവൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അന്നുണ്ടായിരുന്നു. ബാക്കി KSTA സ്കൂളിലെ അധ്യാപക സംഘടന അവരെല്ലാം എല്ലാ സഹായവും ചെയ്യാമെന്ന് KSTA പറഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു വീട് നിർമ്മിക്കുന്നതിന് സ്കൗട്ട്സിനെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയത്. സാധാരണഗതിയിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചെയ്യുന്ന വീടിന് 8 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. ഞാൻ പല വീടുകളും ഇതുപോലെ താക്കോല് കൊടുക്കുന്ന പരിപാടിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 20 ലക്ഷത്തിലധികമാണ്. 8 ലക്ഷത്തിന് പകരം 20 ലക്ഷത്തിൽ ഒരു വലിയ വീടാണ് നല്ല വീടാണ് അവർ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ വന്ന് അവിടുത്തെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. സ്കൂളിലെ അധ്യാപകരെയും എല്ലാവരെയും വിളിച്ചിരുന്നു, നാട്ടിലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച്. അങ്ങനെ സുരക്ഷാ ഓഡിറ്റിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്താകെ ഒരു നിർദ്ദേശം കൊടുത്തിപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങളെപ്പറ്റി ഒരു ഡയറക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. 4 മാസത്തിനകത്ത് 5 മാസത്തിനകത്ത് വീട് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും. ഒരു സംഭവം ഉണ്ടാകുമ്പം പറയാനും പ്രതിഷേധിക്കാനും പ്രസ്താവന നടത്താനും ധാരാളം ആളുകൾ കാണും. പക്ഷേ അത് കഴിഞ്ഞ് ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു, കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, പ്രദേശം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നോക്കാൻ പലപ്പോഴും കാണില്ല. അന്നേരത്തെ ഒരു ബഹളവും വാർത്തയും കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ആരും പോകാറില്ല. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നത് ആ കുടുംബത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ വലിയ പിന്തുണ എല്ലാ ഭാഗത്തുനിന്നും, സംസ്ഥാന സർക്കാരിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും KSTA എന്ന സംഘടനയുടെയും എല്ലാ ഭാഗത്തുനിന്ന് അവർക്ക് വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഇനിയും എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് വരെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്.